ശാന്തി. 8/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മീയ സർവീസ് ചെയ്ത് തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യൂ. ബാബയോട് സത്യമായ ഹൃദയം വയ്ക്കൂ. അപ്പോൾ ബാബയുടെ ഹൃദയത്തിൽ കയറും. ചോദ്യം: ദേഹി അഭിമാനി ആകുന്നതിനുള്ള പ്രയത്നം ആർക്കാണ് ചെയ്യുവാൻ സാധിക്കുന്നത്? ദേഹി അഭിമാനിയുടെ അടയാളങ്ങൾ കേൾപ്പിക്കൂ. ഉത്തരം: ആർക്ക് പഠനത്തോടും ബാബയോടും മുറിയാത്ത സ്നേഹമുണ്ടോ അവർക്ക് ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യുവാൻ സാധിക്കുന്നു. അവർ ശീതളമായിരിക്കും, ആരോടും അധികം സംസാരിക്കുകയില്ല. അവർക്ക് ബാബയോട് സ്നേഹമുണ്ടായിരിക്കും. പെരുമാറ്റം വളരെ റോയൽ ആയിരിക്കും. അവർക്ക് ഈ ലഹരി ഉണ്ടായിരിക്കും. നമ്മെ ഭഗവാൻ പഠിപ്പിക്കുന്നു, നമ്മൾ ആ ഒന്നിൻ്റെ സന്താനങ്ങളാണ്. അവർ സുഖദായി ആയിരിക്കും. ഓരോ ചുവടും ശ്രീമത്തനുസരിച്ച് വയ്ക്കും. ഓം ശാന്തി. കുട്ടികൾ സർവീസിൻ്റെ സമാചാരവും കേൾക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ മുഖ്യമായ മഹാരഥിയും ആയവർ ആരാണോ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ബാബ അറിയുന്നുണ്ട്, സർവീസബിളായ കുട്ടികൾക്ക് തന്നെയാണ് വിചാരസാഗരം മഥനം നടക്കുന്നത്. മേളയുടെയും എക്സിബിഷൻ്റെയും ഓപ്പണിംഗ് ആരെക്കൊണ്ട് ചെയ്യിക്കും? എന്തെല്ലാം പോയിന്റ്സാണ് കേൾപ്പിക്കേണ്ടത്? ശങ്കരാചാര്യരും മറ്റും. അഥവാ നിങ്ങളുടെ ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ പറയും, ഇവിടുത്തെ നോളജ് വളരെ ഉയർന്നതാണ്. ഇവരെ പഠിപ്പിക്കുന്നയാൾ തീവ്രത ഉള്ള ആരോ ആയി കാണപ്പെടുന്നു. ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്നത് അംഗീകരിക്കുകയില്ല. അപ്പോൾ എക്സിബിഷൻ്റെയും മറ്റും ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാണോ വരുന്നത് അവർക്ക് എന്തെല്ലാമാണ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്? ആ സമാചാരം എല്ലാവരോടും പറയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ടേപ്പിൽ ഷോർട്ടായി റെക്കോർഡ് ചെയ്യണം. ഇതുപോലെ ഗംഗ ശങ്കരാചാര്യന് മനസ്സിലാക്കിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള സർവീസബിളായ കുട്ടികൾ ബാബയുടെ ഹൃദയത്തിൽ കയറുന്നു. പൊതുവെ സ്ഥൂല സർവീസും ഉണ്ടെങ്കിലും ബാബയുടെ അറ്റൻഷൻ ആത്മീയ സർവീസിലേക്കാണ് പോവുക. അവർ വളരെ പേരുടെ മംഗളം ചെയ്യുന്നു. മംഗളം എല്ലാ കാര്യത്തിലുമുണ്ട്. ബ്രഹ്മഭോജനം ഉണ്ടാക്കുന്നതിലും മംഗളമുണ്ട്. അഥവാ യോഗയുക്തമായി ഉണ്ടാക്കുകയാണെങ്കിൽ. ഇങ്ങനെ യോഗയുക്തമായി ഭോജനം ഉണ്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ ഭണ്ഡാരിയിലും വളരെയധികം ശാന്തി ഉണ്ടായിരിക്കും. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ആര് വന്നാലും ഉടൻ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സർവീസബിളായ കുട്ടികൾ ആരാണെന്ന്. പൊതുവെ അവരെ തന്നെയാണ് സർവീസിന് വിളിക്കുന്നത്. അപ്പോൾ സർവീസ് ചെയ്യുന്നവർ തന്നെയാണ് ബാബയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. ബാബയുടെ അറ്റൻഷൻ മുഴുവൻ സർവീസബിളായ കുട്ടികളുടെ നേർക്ക് തന്നെയാണ് പോകുന്നത്. ചിലരാണെങ്കിൽ നേരിട്ട് മുരളി കേട്ടിട്ടും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ധാരണ ഉണ്ടാകുന്നില്ല. കാരണം പകുതി കൽപ്പത്തെ ദേഹാഭിമാനത്തിൻ്റെ രോഗം വളരെ കടുത്തതാണ്. അത് ഇല്ലാതാക്കുന്നതിനു വേണ്ടി നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നവർ വളരെ കുറവാണ്. വളരെ പേരിൽ നിന്നും ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പ്രയത്നം എത്തുന്നതേയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയാകുന്നത് വളരെ പ്രയത്നമുള്ള ഒന്നാണ്. ചിലർ ചാർട്ടും അയക്കുന്നുണ്ട്, പക്ഷേ പൂർണ്ണമല്ല. എന്നിരുന്നാലും അല്പം അറ്റൻഷനുണ്ട്. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ അറ്റൻഷൻ വളരെ പേർക്ക് കുറവാണ്. ദേഹി അഭിമാനി വളരെ ശീതളമായിരിക്കും. അവർ ഇത്രയധികം സംസാരിക്കുകയില്ല. അവർക്ക് ബാബയോട് ഈ വിധം സ്നേഹമുണ്ടായിരിക്കും. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. ഒരിക്കലും ഒരു മനുഷ്യനും ഉണ്ടായിരിക്കാത്ത വിധം
ഇത്രയും സന്തോഷം ആത്മാവിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ലക്ഷ്മി നാരായണന് ജ്ഞാനം ഇല്ല. ജ്ഞാനം കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണുള്ളത്. അവരെ ഭഗവാൻ പഠിപ്പിക്കുന്നു. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലഹരിയും നിങ്ങളിൽ 1-2 പേർക്കാണുള്ളത്. ആ ലഹരി ഉണ്ടായിരുന്നുവെങ്കിൽ ബാബയുടെ ഓർമ്മയിലിരുന്നേനെ. അവരെ ദേഹി അഭിമാനി എന്ന് പറയുന്നു. എന്നാൽ ആ ലഹരി നിലനിൽക്കുന്നില്ല. ഓർമ്മയിലിരിക്കുന്നവരുടെ പെരുമാറ്റം വളരെ നല്ലതും റോയലുമായിരിക്കും. നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്. അതിനാൽ അതീന്ദ്രിയ സുഖം ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന മഹിമയുമുണ്ട്. അവർ ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നില്ല. അതിനാൽ ശിവ് ബാബയുടെ ഹൃദയത്തിൽ കയറുന്നില്ല. ശിവ് ബാബയുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ദാദായുടെ ഹൃദയത്തിലും കയറാൻ സാധിക്കില്ല. ആ ഒന്നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ തീർച്ചയായും ഈ ഒന്നിൻ്റെ ഹൃദയത്തിലും ഉണ്ടാകും. ബാബ ഓരോരുത്തരെയും അറിയുന്നു. കുട്ടികൾ സ്വയവും മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എന്ത് സർവീസാണ് ചെയ്യുന്നത് എന്ന്. സർവീസിൻ്റെ താല്പര്യം കുട്ടികളിൽ വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ്. ചിലർക്ക് സെന്റർ ഉറപ്പിക്കുന്നതിൻ്റെ താല്പര്യമുണ്ടായിരിക്കും. ചിലർക്ക് ചിത്രമുണ്ടാക്കുന്നതിൻ്റെ താല്പര്യമുണ്ടായിരിക്കും. ബാബയും പറയുന്നു, എനിക്ക് ജ്ഞാനി ആത്മാക്കളായ കുട്ടികൾ പ്രിയമായി തോന്നുന്നു. അവർ ബാബയുടെ ഓർമ്മയിലും ഇരിക്കുന്നു, സർവീസിനു വേണ്ടിയും ഉത്സാഹത്തോടെ ഇരിക്കുന്നു. ചിലരാണെങ്കിൽ തീർത്തും സർവീസ് ചെയ്യുന്നില്ല. ബാബ പറയുന്നതും മാനിക്കുന്നില്ല. ആര് എവിടെ സർവീസ് ചെയ്യണം എന്നത് ബാബയ്ക്കറിയാമല്ലോ. എന്നാൽ ദേഹാഭിമാനം കാരണം സ്വന്തം മതമനുസരിച്ച് നടക്കുന്നു. അപ്പോൾ അവർ ഹൃദയത്തിൽ കയറുന്നില്ല. അജ്ഞാനകാലത്തിലും ഏതെങ്കിലും കുട്ടി മോശമായ പെരുമാറ്റമുള്ള ആളാണെങ്കിൽ പിതാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കില്ല. അയാളെ കുപുത്രനായി മനസ്സിലാക്കുന്നു. സംഘദോഷത്തിൽ മോശമായി പോകുന്നു. ഇവിടെയും ആരാണോ സർവീസ് ചെയ്യുന്നത് അവർ തന്നെയാണ് ബാബയ്ക്ക് പ്രിയമായി തോന്നുന്നത്. ആര് സർവീസ് ചെയ്യുന്നില്ലയോ അവരെ ബാബ സ്നേഹിക്കുകയില്ല. ഭാഗ്യം അനുസരിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും സ്നേഹം ആരിലാണ് ഉണ്ടായിരിക്കുക? അത് നിയമമാണല്ലോ. നല്ല കുട്ടികളെ വളരെ സ്നേഹത്തോടെ വിളിക്കും. പറയും, നിങ്ങൾ വളരെയധികം സുഖദായിയാണ്. നിങ്ങൾ പിതാവിൻ്റെ സ്നേഹിയാണ്. ആരാണോ പിതാവിനെ ഓർമ്മിക്കുകയേ ചെയ്യാത്തത് അവരെ പിതാവിൻ്റെ സ്നേഹി എന്ന് പറയില്ല. ദാദായുടെ സ്നേഹിയല്ല ആകേണ്ടത്. സ്നേഹിയാകേണ്ടത് ബാബയുടേതാണ്. ആര് ബാബയുടെ സ്നേഹിയായിരിക്കുമോ അവരുടെ സംസാര രീതി വളരെ മധുരവും സുന്ദരവും ആയിരിക്കും. വിവേകം ഇങ്ങനെ പറയുന്നു, ടൈം ഉണ്ടെങ്കിലും ശരീരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇരിക്കവേ തന്നെ ആക്സിഡന്റ് ഉണ്ടാകുന്നു. ചിലർക്ക് ഹാർട്ട് ഫെയിൽ ആകുന്നു. ചിലർക്ക് രോഗം ബാധിക്കുന്നു. മൃത്യു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നുവല്ലോ. അതിനാൽ ശ്വാസത്തിൻ്റെ മേൽ ഉറപ്പൊന്നുമില്ല. നാച്ചുറൽ കലാമിറ്റീസിൻ്റെയും പ്രാക്ടീസ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സമയം മാറി മഴ പെയ്യുന്നതിലൂടെയും നഷ്ടമുണ്ടാക്കുന്നു. ഈ ലോകം തന്നെ ദുഃഖം നൽകുന്ന ഒന്നാണ്. മഹാദുഃഖം ഉണ്ടായിരിക്കുകയും രക്തത്തിൻ്റെ നദികൾ ഒഴുകേണ്ടതുമായ സമയത്ത് തന്നെയാണ് ബാബയും വരുന്നത്. പ്രയത്നിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ സ്വന്തം പുരുഷാർത്ഥം ചെയ്ത് 21 ജന്മത്തേക്കുള്ള മംഗളം എങ്ങനെ ചെയ്യും? വളരെ പേരിൽ സ്വന്തം മംഗളം ചെയ്യുന്നതിൻ്റെ ചിന്ത പോലും കാണപ്പെടുന്നില്ല. ബാബ ഇവിടെ ഇരുന്ന് മുരളി ഉച്ചരിക്കുന്നു. എന്നിരുന്നാലും ബുദ്ധി സർവീസബിളായ കുട്ടികളുടെ നേർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ശങ്കരാചാര്യനെ എക്സിബിഷനിൽ വിളിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവർ ഇങ്ങനെ എവിടെയും പോകാറില്ല. വളരെ ഗർവോടെ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് മാന്യതയും നൽകേണ്ടി വരും. മുകളിൽ സിംഹാസനത്തിൽ ഇരുത്തേണ്ടി വരും. കൂടെയിരിക്കാൻ സാധിക്കും എന്നൊന്നുമല്ല. ഇല്ല, അവർക്ക് റിഗാർഡ് വളരെയധികം വേണം.
വിനയം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ വെള്ളിയുടെയും മറ്റും സിംഹാസനവും ഉപേക്ഷിച്ചേനെ. നോക്കൂ, ബാബ എത്ര സാധാരണമായിരിക്കുന്നു, ആരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങളിലും വിരളം പേരെ അറിയുന്നുള്ളൂ. എത്ര നിരഹങ്കാരിയായ പിതാവാണ്! ഇതാണെങ്കിൽ പിതാവിൻ്റെയും കുട്ടിയുടെയും ബന്ധമാണല്ലോ. ഇതുപോലെ ലൗകിക പിതാവ് കുട്ടികളോടൊപ്പം ഇരിക്കുന്നു, കഴിക്കുന്നു, കഴിപ്പിക്കുന്നു. ഇത് പരിധിയില്ലാത്ത പിതാവാണ്. സന്യാസിമാർക്കും മറ്റും പിതാവിൻ്റെ സ്നേഹം ലഭിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, കൽപ്പകൽപ്പങ്ങളിൽ നമുക്ക് പരിധിയില്ലാത്ത പിതാവിൻ്റെ സ്നേഹം ലഭിക്കുന്നു. ബാബ പുഷ്പമാക്കുന്നതിനു വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നു. എന്നാൽ ഡ്രാമയനുസരിച്ച് എല്ലാവരും പുഷ്പമാകുന്നില്ല. ഇന്ന് വളരെ നല്ലവരായവർ നാളെ വികാരിയായി മാറുന്നു. ബാബ പറയും, ഭാഗ്യത്തിലില്ലെങ്കിൽ മറ്റെന്ത് ചെയ്യുവാനാണ്? വളരെ പേരുടെ മോശമായ പെരുമാറ്റമുണ്ടാകുന്നു, ആജ്ഞ ലംഘിക്കുന്നു. ഈശ്വരൻ്റെ മതമനുസരിച്ച് പോലും നടക്കുന്നില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകും? ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്, മറ്റാരുമില്ല. പിന്നെ ദേവതമാരുടെ ചിത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ ലക്ഷ്മി നാരായണൻ തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്. എന്നാൽ ഇവരെ ആരാണിങ്ങനെ ആക്കിയത് എന്നതും മനുഷ്യർ അറിയുന്നില്ല. ബാബ കുട്ടികളായ നിങ്ങൾക്ക് രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് നല്ല രീതിയിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്കാണെങ്കിൽ തൻ്റെ ശാന്തിധാമവും സുഖധാമവും തന്നെയാണ് ഓർമ്മ വരുന്നത്. സർവീസ് ചെയ്യുന്നവരുടെ പേര് സ്മൃതിയിൽ വരണം. തീർച്ചയായും ആര് ബാബയുടെ ആജ്ഞാകാരികളായ കുട്ടികളായിരിക്കുമോ അവരുടെ നേർക്ക് തന്നെയായിരിക്കും മനസ്സ് പോകുന്നത്. പരിധിയില്ലാത്ത ബാബ ഒരേ ഒരു തവണ വരുന്നു. ആ ലൗകിക പിതാവിനെ ആണെങ്കിൽ ജന്മജന്മാന്തരങ്ങളിൽ ലഭിക്കുന്നു, സത്യയുഗത്തിലും ലഭിക്കുന്നു. എന്നാൽ അവിടെ ഈ പിതാവിനെ ലഭിക്കുന്നില്ല. ഇപ്പോഴുള്ള പഠനത്തിലൂടെ നിങ്ങൾ പദവി നേടുന്നു. ഇതും കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ബാബയിൽ നിന്നും നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. വളരെ സഹജമാണ്. ബാബ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കൂ. അനായാസം സ്വതസിദ്ധമായി ആരെങ്കിലും വരികയാണെങ്കിൽ ബാബ ഉടൻ അവിടെ തന്നെ അവർക്ക് നോളജ് നൽകാൻ തുടങ്ങും. പരിധിയില്ലാത്ത പിതാവിനെ അറിയുന്നുണ്ടോ? ബാബ വന്നിരിക്കുകയാണ് പഴയ ലോകത്തെ പുതിയതാക്കുവാൻ. രാജയോഗം പഠിപ്പിക്കുന്നു. ഭാരതവാസികളെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഭാരതം തന്നെയാണ് സ്വർഗമായിരുന്നത്. അവിടെ ഈ ദേവീദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നരകമാണ്. നരകത്തിൽ നിന്നും വീണ്ടും സ്വർഗം ബാബ തന്നെയാണ് ആക്കുക. ഇങ്ങനെയുള്ള മുഖ്യമായ കാര്യങ്ങൾ ഓർമ്മിച്ച് ആര് തന്നെ വന്നാലും അവർക്കിരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകും. കേവലം പറയൂ, ബാബ വന്നിരിക്കുകയാണ്. ഇത് ഗീതയിൽ പാടപ്പെട്ടിരിക്കുന്ന അതേ മഹാഭാരത യുദ്ധമാണ്. ഗീതയുടെ ഭഗവാൻ വന്നിരുന്നു, ഗീത കേൾപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടി? മനുഷ്യനെ ദേവതയാക്കുവാൻ. ബാബ കേവലം പറയുന്നു, പിതാവായ എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഇത് ദുഃഖധാമമാണ്. ഇത്രമാത്രം ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരുന്നാൽ പോലും സന്തോഷം ഉണ്ടായിരുന്നേനെ. നമ്മൾ ആത്മാക്കൾ ബാബയോടൊപ്പം ശാന്തിധാമത്തിലേക്ക് പോകുന്നവരാണ്. പിന്നെ അവിടെ നിന്നും പാർട്ട് അഭിനയിക്കാൻ വരും. ആദ്യം സുഖധാമത്തിൽ. ഏതുപോലെ കോളേജിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കും, നമ്മൾ ഇന്നതെല്ലാം പഠിക്കുകയാണ്, പിന്നെ ഇതാകും, ബാരിസ്റ്റർ ആകും, അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടാകും, ഇത്രയും പൈസ സമ്പാദിക്കും. സന്തോഷത്തിൻ്റെ രസം കയറിക്കൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങൾക്കും ഈ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഈ സമ്പത്ത് നേടുന്നു. പിന്നെ നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ കൊട്ടാരം നിർമ്മിക്കും. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഈ ചിന്തനം ഉണ്ടായിരിക്കുകയാണെങ്കിൽ സന്തോഷവും ഉണ്ടായിരുന്നേനെ. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം.
ഏത് കുട്ടികളുടെ അടുക്കൽ ജ്ഞാനധനമുണ്ടോ അവരുടെ കടമയാണ് ദാനം ചെയ്യുക എന്നത്. അഥവാ ധനമുണ്ട്, ദാനം ചെയ്യുന്നില്ല എങ്കിൽ അവരെ അവലക്ഷണം എന്ന് പറയുന്നു. അവരുടെ അടുക്കൽ ധനമുണ്ടായിരുന്നിട്ടും ഇല്ലാത്തതുപോലെ തന്നെയാണ്. ധനം തീർച്ചയായും ദാനം ചെയ്യണം. നല്ല നല്ല മഹാരഥികളായ കുട്ടികൾ ആരാണോ അവർ സദാ ബാബയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. ചിലരുടെ കാര്യത്തിൽ ചിന്തയുണ്ട്. ഇവർ ഒരുപക്ഷെ വേർപിരിഞ്ഞു പോയേക്കാം. സർക്കംസ്റ്റൻസസ് ഇങ്ങനെയാണ്. ദേഹത്തിൻ്റെ അഹങ്കാരം വളരെയധികം കയറിയിരിക്കുകയാണ്. ഏത് സമയത്തും കൈ ഉപേക്ഷിച്ചേക്കാം, പോയി തൻ്റെ വീട്ടിലിരുന്നേക്കാം. മുരളി വളരെ നന്നായി പറഞ്ഞു കൊടുക്കുന്നുവെങ്കിലും ദേഹാഭിമാനം വളരെയധികമുണ്ട്. ഒരൽപ്പം ബാബ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ ഉടൻ വേർപിരിയും. എല്ലാത്ത പക്ഷം മഹിമ ഇങ്ങനെയാണ്: സ്നേഹിച്ചാലും തള്ളിക്കളഞ്ഞാലും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന്. ഇവിടെ ബാബ റൈറ്റായ കാര്യമാണ് പറയുന്നത്. എന്നിട്ടും ദേഷ്യം കയറുന്നു. ഇങ്ങനെയുള്ള കുട്ടികളുമുണ്ട്. ചിലരാണെങ്കിൽ ഉള്ളിൽ വളരെയധികം നന്ദി പറയുന്നു, ചിലർ ഉള്ളിൽ എരിഞ്ഞു മരിക്കുന്നു. മായയുടെ ദേഹാഭിമാനം വളരെയധികമുണ്ട്. ചില ഇങ്ങനെയുള്ള കുട്ടികളുമുണ്ട്. അവർ മുരളി കേൾക്കുന്നതേയില്ല. ചിലർക്കാണെങ്കിൽ മുരളിയില്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. മുരളി പഠിക്കുന്നില്ല, അപ്പോൾ തൻ്റെ തന്നെ പിടിവാശിയാണ്. നമ്മളിൽ വളരെയധികം ജ്ഞാനമുണ്ട്, യാതൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണോ ശങ്കരാചാര്യനും മറ്റും എക്സിബിഷനിൽ വരുന്നത്, നല്ല സർവീസ് നടക്കുകയാണെങ്കിൽ ആ സമാചാരം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് സർവീസ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ അവരും പഠിക്കും. ഇങ്ങനെയെല്ലാം സർവീസിനു വേണ്ടി ആർക്കാണോ ചിന്ത വരുന്നത് അവരെ തന്നെയാണ് ബാബ സർവീസബിൾ എന്ന് മനസ്സിലാക്കുന്നത്. സർവീസിൽ ഒരിക്കലും ക്ഷീണിക്കരുത്. ഇതാകട്ടെ ധാരാളം പേരുടെ മംഗളം ചെയ്യേണ്ടതുണ്ടല്ലോ. ബാബയ്ക്കാണെങ്കിൽ ഈ ചിന്തയുണ്ട്, എല്ലാവർക്കും ഈ നോളേജ് ലഭിക്കട്ടെ, കുട്ടികളുടെയും ഉന്നതി ഉണ്ടാകട്ടെ. ദിവസവും മുരളിയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ സർവീസ് മുഖ്യമായതാണ്. കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. താല്പര്യമുണ്ടായിരിക്കണം. ബാഡ്ജ് എടുത്ത് ദിവസവും ക്ഷേത്രങ്ങളിൽ പോയി മനസ്സിലാക്കിക്കൂ, ഇവർ എങ്ങനെ ലക്ഷ്മി നാരായണനായി, പിന്നെ എവിടെ പോയി, എങ്ങനെയാണ് രാജ്യഭാഗ്യം നേടിയത്. ക്ഷേത്രത്തിൽ പോയി വാതിൽക്കൽ ഇരിക്കൂ. ആര് വന്നാലും പറയൂ, ഈ ലക്ഷ്മി നാരായണൻ ആരാണ്? എപ്പോഴാണ് ഭാരതത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നത്? ഹനുമാനും ചെരുപ്പുകളിന്മേൽ പോയി ഇരിക്കുമായിരുന്നുവല്ലോ. അതിനും രഹസ്യമുണ്ടല്ലോ. ദയ ഉണ്ടാകുന്നു. സർവീസിൻ്റെ യുക്തികൾ ബാബ വളരെയധികം പറഞ്ഞു തരുന്നു. എന്നാൽ വളരെ പ്രയാസമായേ ആരെങ്കിലും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുള്ളൂ. സർവീസ് വളരെയധികമുണ്ട്. അന്ധരുടെ ഊന്നുവഴിയാകണം. ആര് സർവീസ് ചെയ്യുന്നില്ലയോ, ബുദ്ധി ശുദ്ധമല്ലയോ, അപ്പോൾ പിന്നെ ധാരണ ഉണ്ടാകുന്നില്ല. അല്ലാത്ത പക്ഷം സർവീസ് വളരെ സഹജമാണ്. നിങ്ങൾ ഈ ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യുന്നു. ഏതെങ്കിലും ധനികർ വരികയാണെങ്കിൽ പറയൂ, നമ്മൾ താങ്കൾക്ക് ഈ സമ്മാനം നൽകുകയാണ്. ഇതിൻ്റെ അർത്ഥവും താങ്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ബാഡ്ജസിനോട് ബാബയ്ക്ക് വളരെയധികം മതിപ്പുണ്ട്. മറ്റാർക്കും ഇത്രയും മതിപ്പില്ല. ഇതിൽ വളരെ നല്ല ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ ബാബയ്ക്കും എന്തു ചെയ്യുവാൻ കഴിയും? ബാബയെയും പഠനത്തെയും ഉപേക്ഷിക്കുക എന്നത് വലുതിലും വലിയ സ്വഘാതമാണ്. ബാബയുടേതാവുകയും പിന്നെ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്യുക, ഇതുപോലൊരു മഹാപാപം മറ്റൊന്നില്ല. അവരെ പോലെ ഭാഗ്യഹീനരായി ആരുമില്ല. കുട്ടികൾ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടതാണല്ലോ.
നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നവരാണ്. കുറഞ്ഞ കാര്യമല്ല. ഓർമ്മിക്കുകയാണെങ്കിൽ സന്തോഷവും നിലനിൽക്കും. ഓർമ്മിക്കാതിരുന്നാൽ പാപം ഭസ്മമാകില്ല. അഡോപ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. എന്നാൽ മായ വളരെയധികം വിഘ്നമിടുന്നു, അപക്വമായവരെ വീഴ്ത്തുന്നു. ആരാണോ ബാബയുടെ ശ്രീമത്ത് തന്നെ സ്വീകരിക്കാത്തത് അവർ എന്ത് പദവി നേടും? ഒരൽപ്പം മതം സ്വീകരിച്ചുവെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ ലഘുവായ പദവി നേടും. നല്ല രീതിയിൽ മതം സ്വീകരിക്കുകയാണെങ്കിൽ ഉയർന്ന പദവി നേടും. ഈ പരിധിയില്ലാത്ത രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഇതിൽ ചിലവിൻ്റെയും മറ്റും ഒരു കാര്യവുമില്ല. കുമാരിമാർ വരുന്നു, പഠിച്ച് വളരെ പേരെ തനിക്ക് സമാനമാക്കുന്നു. ഇതിൽ ഫീസിൻ്റെയോ മറ്റോ കാര്യമേയില്ല. ബാബ പറയുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. ഞാൻ സ്വർഗത്തിലും വരുന്നില്ല. ശിവ് ബാബ ദാതാവാണല്ലോ. ആ ഒന്നിന് ചിലവുകൾക്കായി എന്ത് നൽകുവാനാണ്? ഇദ്ദേഹം സർവ്വതും ആ ഒന്നിന് നൽകി അവകാശിയാക്കി മാറ്റി. പ്രതിഫലമായി നോക്കൂ, രാജപദം ലഭിക്കുന്നുവല്ലോ. ഇത് ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ്. മുഴുവൻ വിശ്വത്തിലും സ്വർഗത്തിൻ്റെ സ്ഥാപനം ഉണ്ടാകുന്നു. ചില്ലിക്കാശിൻ്റെ ചിലവ് പോലുമില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പിതാവിൻ്റെ സ്നേഹി ആകുന്നതിനായി വളരെ വളരെ സുഖദായി ആകണം. തൻ്റെ വാക്കും പെരുമാറ്റവും വളരെ മധുരവും റോയലും ആക്കി വയ്ക്കണം. സർവീസബിൾ ആകണം. നിരഹങ്കാരിയായി സേവനം ചെയ്യണം. പഠനവും ബാബയെയും ഉപേക്ഷിച്ച് ഒരിക്കലും സ്വഖാതി മഹാപാപി ആകരുത്. മുഖ്യമായതാണ് ആത്മീയ സർവീസ്. ഈ സർവീസിൽ ഒരിക്കലും ക്ഷീണിക്കാൻ പാടില്ല. ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യണം. അവലക്ഷണം ആകരുത്. വരദാനം: സദാ നിജധാമത്തിൻ്റെയും നിജസ്വരൂപത്തിൻ്റെയും സ്മൃതിയിലൂടെ ഉപരാമവും വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായി ഭവിക്കട്ടെ. നിരാകാരി ലോകത്തിൻ്റെയും നിരാകാരി രൂപത്തിൻ്റെയും സ്മൃതി തന്നെയാണ് സദാ വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായി മാറ്റുന്നത്. നമ്മൾ തന്നെയാണ് നിരാകാരി ലോകത്തിലെ നിവാസി. ഇവിടെ സേവനാർത്ഥം അവതരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ മൃത്യുലോകത്തിലേതല്ല, എന്നാൽ അവതാരമാണ്. കേവലം ഈ ചെറിയൊരു കാര്യം ഓർമ്മയുണ്ടായിരിക്കട്ടെ, എങ്കിൽ ഉപരാമമായി മാറും. ആരാണോ അവതാരമായി മനസ്സിലാക്കാതെ ഗൃഹസ്ഥിയായി മനസ്സിലാക്കുന്നത്, അപ്പോൾ ഗൃഹസ്ഥിയുടെ വാഹനം മാലിന്യത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഗൃഹസ്ഥി എന്നത് തന്നെ ഭാരത്തിൻ്റെ സ്ഥിതിയാണ്. അവതാരം തികച്ചും ഭാരരഹിതമാണ്. അവതാരമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ തൻ്റെ നിജധാമവും നിജസ്വരൂപവും ഓർമ്മയുണ്ടായിരിക്കും. ഉപരാമം ആവുകയും ചെയ്യും. സ്ലോഗൻ: ആരാണോ ശുദ്ധിയോടെയും വിധിപൂർവവും ഓരോ കാര്യവും ചെയ്യുന്നത്, അവരാണ് ബ്രാഹ്മണർ. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ആരാണോ വിനയമുള്ളവർ, അവർക്ക് തന്നെയാണ് നവനിർമ്മാണം ചെയ്യാൻ സാധിക്കുന്നത്. ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ബീജം തന്നെ നിമിത്തഭാവവും വിനയഭാവവുമാണ്. പരിധിയുള്ള മാന്യതയല്ല, എന്നാൽ വിനയം. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരം ധാരണ ചെയ്യൂ. അഥവാ ആഗ്രഹിക്കാതെയെങ്കിലും എപ്പോഴെങ്കിലും ക്രോധമോ പ്രകോപനമോ വരികയാണെങ്കിൽ ഹൃദയം കൊണ്ട് പറയൂ, മധുരമായ ബാബ. അപ്പോൾ എക്സ്ട്രാ സഹായം ലഭിക്കും. ഓം ശാന്തി.
മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു.
സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.